മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉടനില്ല. അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ പി ശശിക്കെതിരെ തെറ്റുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുമെന്ന് പി.വി. അൻവർ പറഞ്ഞു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സ്വയം പ്രതിരോധം തീർത്താണ് തൽക്കാലം പി ശശിക്കെതിരെ പരിശോധന വേണ്ടെന്ന CPIM തീരുമാനം. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി.വി. അൻവർ പരാതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് സർക്കാർ തലത്തിലാണ് അത് പരിശോധിക്കുക. അൻവറിന്റെ പരാതിയിൽ പി ശശിയുടെ പേരില്ല. പോലീസ് അന്വേഷണത്തിൽ പി ശശിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ അന്വേഷിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. M.V. ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നാലെ പി ശശിക്കെതിരെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്ന് P.V. അൻവർ. അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞ പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ ഉണ്ട്. ഞാൻ എഴുതി കൊടുക്കും. എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല, അത് ഞാൻ എഴുതി കൊടുക്കും. P.V. അൻവർ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് തെറ്റെന്നും സംസ്ഥാന സെക്രട്ടറി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളത് കൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം അൻവറിന്റെ പരാതി ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് മെറിറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം.